എന്താ നീ വിളിച്ചേ? ഒരു പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? തമാശയല്ലേ. ഓക്കേളിയാ, നീ പറ. ഏതോ ഒരു ഗോപി അവൻ്റെ അനിയനെ പിടിച്ചിട്ട് ചലക്കി ആവശ്യത്തിന് കൊടുത്തു. നീ എന്തിനാ അവനെ അടിച്ചത്? അവൻ എൻ്റെ സൈക്കിളിൽ തൊട്ടറ. ആ സൈക്കിളിൽ കയറി നീ ചവിട്ടാൻ തുടങ്ങി. എടാ നിനക്ക് എന്താ? നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവയിലേക്ക് പിടിച്ചു വെക്കുന്നത്? അവ ഒന്നുമില്ലെങ്കിൽ കുഞ്ഞല്ലേ. നീയല്ലടാ പറഞ്ഞത് നമ്മൾ വലിയ ടീമാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ. അതൊക്കെ പോട്ടെ, ഈ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കും? അവന്മാരോട് ഗോലി കളി ചെയ്യണം. അത് നിനക്കെങ്ങനെ അറിയാം? അത് അവരെന്നോട് പറഞ്ഞു. അച്ഛനെ വിളിയടാ, ഞാൻ സംസാരിക്കാനോട്. എവിടാ നീ? വീട്ടിലാണോ? എന്നാ നീ ഗോപിയുടെ അങ്ങോട്ടോ. ഗോപിയുടെ അങ്ങോട്ടോ? എന്തിന്? പറയുന്നേ കേട്ടാ മതി. മര്യാദയ്ക്ക് വന്നോ. 10 മിനിറ്റ്. ഓക്കെ? അവൻ വരുന്നുണ്ടാ. എടാ, ഗോപിയുടെ അടിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് നമുക്കൊന്ന് ഒത്തുതീർപ്പാക്കണ്ടേ? ആ വേണം. നീ അമ്മമാരോട് ഞാൻ പറയുന്ന പോലെ പറയണം. ഞങ്ങളുടെ കൂടെ ഗോലി കളിക്കണമെന്നും ഇല്ലെങ്കിൽ അമ്മമാരെ അടിക്കണമെന്നും പറയണം. ചുമ്മാ പേടിക്കുന്ന പോലെ പറഞ്ഞാൽ മതി. ഇപ്പം ശരിടാ, ഞാൻ അവരോട് പറഞ്ഞിട്ട് വരാം. എടാ ഇതെന്തുകൂടെ പ്രതികാരമാണോ? എടാ, ഇങ്ങനെ പറഞ്ഞാലേ അവന്മാർ നമ്മുടെ മുന്നിൽ വരും. അല്ലാതെ അവന്മാർ നമ്മുടെ മുന്നിൽ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് അപ്പോൾ തുടങ്ങാം. 1 and only മാച്ച്. ഒരു കളി, അതിൽ ജയിക്കുന്നവർക്ക് നിന്റെ സൈക്കിൾ, പിന്നെ 5 മുട്ടടി. അതൊന്നും ശരിയല്ല. ഇതാദ്യം പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. ചേട്ടാ, മര്യാദയ്ക്ക് പറയുന്ന കേട്ടാൻ കളിച്ചാൽ മതി. എനിക്ക് എല്ലാത്തിനും കിട്ടും. ഇവിടെ വച്ചു എങ്കിലും ഒക്കെ. എടാ, ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഗോലി അടിക്കാൻ അറിയത്തില്ല. ഇവന്മാരെ വിളിക്കുന്നതിന് വരെ ഞാൻ പോയ അടി ഉണ്ടാക്കിയായിരുന്നു. ഒമ്പതാമത്തെ കൂടി കാണാൻ പോവാ. വേണമെന്ന് മുടങ്ങണം. വളമുണ്ടോ? ആ ഉണ്ട്. കാണിക്ക്. കുഴിക്കില്ല വേണം. ആ 9 കണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുക. ഇപ്പൊ അവന്മാരടിച്ച് ജയിക്കുമല്ലേ? ഇപ്പൊ അവന്മാരടിച്ച് ജയിക്കുമല്ലോ.
എടാ ഇതെന്തുകൂടെ പ്രതികാരമാണോ? എടാ ഇങ്ങനെ പറഞ്ഞാലേ അവന്മാർ നമ്മുടെ മുന്നിൽ വരും, അല്ലാതെ അവന്മാർ നമ്മുടെ മുന്നിൽ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് നമ്മുടെ നീ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മൾ സ്വന്തം